എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നിങ്ങളെല്ലാവരോടൊപ്പം ഈ വികസിത കേരളം കൺവെൻഷനിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ വികസിത കേരളം കൺവെൻഷൻ 30 കേന്ദ്രങ്ങളിൽ നടക്കാൻ പോകുന്നുണ്ട്. ഇന്ന് ഇത് 8ാമത്തെ വികസിത കേരളം കൺവെൻഷനാണ്. ഇതുവരെ നടന്ന കൺവെൻഷനിലെല്ലാം നല്ല റെസ്പോൺസും എല്ലാവർക്കും ഒരു പുതിയ ഫോക്കസ് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ എൻ്റെ ഒരു തോട്ട്. അപ്പോൾ ഈ വികസിത കേരളം കൺവെൻഷനെ കുറിച്ച് പറയുന്ന മുമ്പ് എനിക്ക് ഒരു കാര്യം ഒന്ന് പറയണം. 22-ാം തീയതി നമുക്ക് എല്ലാവർക്കും അറിയാം, ജമ്മു കശ്മീരിൽ 26 നിരപരാധിയായ സാധാരണക്കാര് അവർ സഞ്ചരിക്കാൻ പോയ കുടുംബത്തിന് ഒപ്പം സഞ്ചരിക്കാൻ പോയ 26 ഇന്ത്യക്കാർ, കേരളത്തിൽ നിന്ന് എൻ രാമചന്ദ്രൻ ജി, കർണാടക, ഗുജറാത്ത്, മഹാരാഷ്ട്ര, അരുണാചൽ പ്രദേശ്, അവിടെ പോകുമ്പോൾ അവിടെ പാകിസ്ഥാനി ഭീകരവാദികൾ അവരുടെ മതം ചോദിച്ച് അവരെ കൊന്നു. ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്കും ദേഷ്യം ഉണ്ടായിരുന്നു, വേദന ഉണ്ടായിരുന്നു. ഞാൻ സംസാരിച്ചപ്പോൾ തുള്ളിച്ചാടി വന്നു കോൺഗ്രസ്സുകാരും CPM-കാരും പാകിസ്ഥാനി ഭീകരവാദികളെ ന്യായീകരിക്കാൻ. അപ്പൊ ഞാൻ അവരോട് ന്യായീകരിക്കണ്ടെന്ന് പറഞ്ഞു. ഇത് ഒറ്റക്കെട്ടായിട്ട് നമുക്ക് എല്ലാവർക്കും ഭീകരവാദത്തിന്റെ എതിരെ ഒരു ഫൈറ്റ് ആക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ ഒരു കോൺഗ്രസ് നേതാവ് പറയുന്നു, അല്ല, രാജീവ് ചന്ദ്രശേഖരന് കേരള രാഷ്ട്രം അറിയില്ല, രാജീവ് ചന്ദ്രശേഖരന് മലയാളം അറിയില്ല, അതുകൊണ്ട് ഞങ്ങൾ ന്യായീകരിക്കുന്നത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. അപ്പൊ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എല്ലാവരോടൊപ്പം നിങ്ങൾ മുമ്പിലും മാധ്യമക്കാരോട് പറഞ്ഞു, അത് ശരിയാണ്. ഞാൻ ഈ 10-60 കൊല്ലം ജനങ്ങളെ വഞ്ചിച്ച് അഴിമതിയും പീഡനരാഷ്ട്രീയം എനിക്ക് അറിയില്ല. അത് കോൺഗ്രസിന്റെ രാഷ്ട്രമാണ്, അത് CPM-ന്റെ രാഷ്ട്രമാണ്. ഞാൻ അറിയുന്നത് വികസനത്തിന്റെ രാഷ്ട്രീയമാണ്. ഞാൻ ഒരു അവസരങ്ങളും തൊഴിലും നിക്ഷേപം അറിയുന്ന രാഷ്ട്രീയമാണ്. ഞങ്ങൾ BJP ചെയ്യുന്ന രാഷ്ട്രീയം, ജനങ്ങളെ സേവിക്കാനും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയമാണ് ഞങ്ങൾ അറിയുന്നത്. അപ്പോൾ കോൺഗ്രസ്സുകാര് രാജീവ് ചന്ദ്രശേഖർ കേരള രാഷ്ട്രീയം അറിയില്ല എന്ന് പറയുമ്പോൾ അവര് 100% കറക്റ്റാണ്. അതെനിക്ക് പഠിക്കാൻ ഒരു ആഗ്രഹമില്ല. അവര് വേണമെങ്കിൽ പ്രിയങ്ക ഗാന്ധി വാഡ്രയോ രാഹുൽ ഗാന്ധിയെ പഠിപ്പിച്ചോട്ടെ. പിന്നെ പറഞ്ഞത് എനിക്ക് മലയാളം അറിയില്ല. ഞാന് തൃശ്ശൂരിൽ വളർന്ന് പഠിച്ച ഒരു ആളാണ്. രാജ്യം മൊത്തം നാഷണൽ സർവീസ് ചെയ്ത ഒരു വ്യോമസേന പട്ടാളക്കാരൻ എയർ കമാൻഡർ MK ചന്ദ്രശേഖരന്റെ മകനാണ്. അപ്പൊ എനിക്ക് മുണ്ട് കൊടുക്കാനും അറിയും, വേണമെങ്കിൽ മുണ്ടി കുത്തി വെക്കാനും അറിയാം, മലയാളം സംസാരിക്കാനും അറിയും, മലയാളത്തിൽ തെറി പറയാനും അറിയും. ജനങ്ങൾക്ക് വികസന സന്ദേശം മലയാളത്തിൽ പറയാനും അറിയാം. അപ്പോൾ എന്നെ പഠിപ്പിക്കരുത്. ഞാൻ ഇവിടെ പഠിക്കാൻ കോൺഗ്രസിൽ നിന്നും CPM-നും അല്ല വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് ജനങ്ങളെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാനും, അതിനുവേണ്ടി അധികാരം പിടിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങനെ മടങ്ങിപ്പോയില്ലെന്നും ഞാൻ അന്ന് പറഞ്ഞു, ഇന്നും പറയുന്നു.
അപ്പോ ഈ വികസന അത് ഞാൻ പറഞ്ഞു, അത് എനിക്ക് പറയാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്റെ മാധ്യമ സുഹൃത്തുക്കളെ ഇന്ന് രാവിലെ മുതൽ എന്നോട് ഇയാൾ ഇത് പറഞ്ഞു, മറ്റാൾ ഇത് പറഞ്ഞു എന്ന് പറഞ്ഞു നടക്കുമ്പോൾ ഇത് എന്റെ ഒരു ഉത്തരം. ഇനി അത് സൈഡിൽ വെച്ചോ. വികസിത കേരളം എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പാർട്ടി പറയുമ്പോൾ ഇതൊരു മുദ്രാവാക്യമല്ല, ഇതൊരു സ്ലോഗനല്ല, ഇതൊരു വാഗ്ദാനം കൊടുത്ത് ഓടിപ്പോകുന്ന കോൺഗ്രസും CPM-കാരുടെ ഒരു മുദ്രാവാക്യമല്ല. ഇത് പാർട്ടിയുടെ ഒരു ദൗത്യമാണ്. ഇതിൽ വിശ്വസിക്കുന്ന ഒരു കോൺസെപ്റ്റുമാണ്, ഇത് നമ്മുടെ ലക്ഷ്യവുമാണ്. കഴിഞ്ഞ 10-50 കൊല്ലമായിട്ട് കോൺഗ്രസും CPM ഭരിക്കുന്ന കേരളത്തിൽ ആ വീഡിയോ എന്ത് പറഞ്ഞ മാതിരി ഇന്ത്യയിൽ ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്ത് ഇവിടെ മാത്രം ആ പുരോഗതിയോ ആ തൊഴിലവസരങ്ങളോ ആ നിക്ഷേപമോ ഒന്നും കാണാൻ കിട്ടുന്നു. അതുകൊണ്ട് ഇത് ഒരു മുദ്രാവാക്യമല്ല, ഇത് പാർട്ടിന്റെ ഒരു ദൗത്യമാണ്. എല്ലാ പ്രവർത്തകരെ ഒരു ഡ്യൂട്ടിയാണ്. ഞങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രവർത്തകരെല്ലാം ചെയ്യാൻ പോകുന്ന പണികളുടെ ഒരു റിസൾട്ടായിട്ട് മാറും ഇനി വരുന്ന ഇലക്ഷൻ. ഞാൻ 2 കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ വികസിത കേരളം എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി നമ്മുടെ ഒരു ലക്ഷ്യം ദൗത്യത്തിന്റെ കുറിച്ച് ഒന്ന്, ആദ്യത്തെ കാര്യം, ഈ ജനാധിപത്യ സംവിധാനത്തിൽ നമ്മുടെ ഡെമോക്രസിയിൽ ജനങ്ങൾ വോട്ട് കൊടുക്കുന്നത് ഒരു വിശ്വാസം, ഒരു മെമ്പർ ഓഫ് പാർലമെന്റ്, ഒരു MLA അല്ലെങ്കിൽ ഒരു പാർട്ടി അവര് പറയുന്ന വാഗ്ദാനം വിശ്വസിച്ചിട്ട് ജനങ്ങൾ വോട്ട് കൊടുക്കും, ഒരു മാൻഡേറ്റ് കൊടുക്കുന്നു. ആ മാൻഡേറ്റ് കിട്ടുമ്പോൾ ഏത് പാർട്ടി എന്ത് ചെയ്യുന്നു ഇതൊന്ന് നമുക്ക് പഠിക്കണം, ഒന്ന് ആനലൈസ് ചെയ്യണം. 2004 അടൽ ബിഹാരി വാജ്പേയി കഠിന അധ്വാനം പരിശ്രമെല്ലാം ചെയ്ത് ഒരു നല്ല ഇക്കോണമി ഉണ്ടാക്കി 2004 ജനങ്ങൾ കോൺഗ്രസിനൊരു അവസരം കൊടുത്തു. UPA എന്ന് പറഞ്ഞ സർക്കാർ ഡൽഹിയിൽ 10 കൊല്ലം ഭരിച്ചു. ആ 10 കൊല്ലത്തിൽ ആദ്യത്തെ 5 കൊല്ലം കോൺഗ്രസിന്റെ പിന്തുണ കൊടുക്കുന്ന പാർട്ടിയായിരുന്നു CPM. ആ ആദ്യത്തെ 5 കൊല്ലത്തിൽ എന്ത് നടന്നു? ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ അഴിമതി സ്കാം, ഇന്ത്യൻ ഹിസ്റ്ററിന്റെ ഏറ്റവും വലിയ അഴിമതി സ്കാം നടന്ന കാലമായിരുന്നു 2004 മുതൽ 2009. ആരായിരുന്നു ഭരിക്കുന്ന പാർട്ടി? കോൺഗ്രസ്. ആരായിരുന്നു പിന്തുണ കൊടുക്കുന്ന പാർട്ടി? CPM. 10 കൊല്ലത്തിൽ ഈ അടൽ ബിഹാരി വാജ്പേയി ഉണ്ടാക്കിയ സ്ട്രോങ് ഇക്കോണമിനെ ഇവര് എന്ത് ചെയ്തു? 2014 ജനങ്ങൾ മാറ്റം വേണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ട്? ഈ 10 കൊല്ലം കോൺഗ്രസ് UPA ചെയ്തത് ഞാൻ എണ്ണിത്തരാം. വിലക്കയറ്റം, ഇന്ത്യന്റെ ഹിസ്റ്ററിയിൽ, ചരിത്രത്തിൽ കാണാത്തൊരു വിലക്കയറ്റം, ഇന്ത്യന്റെ ചരിത്രത്തിൽ കാണാത്ത അഴിമതി, ഏറ്റവും ദുർബലമായ ഇക്കോണമി, ലോകത്തില് 5 ദുർബലമായ ഇക്കോണമിയിൽ ഏറ്റവും ദുർബലമായ ഇക്കോണമി ആയിരുന്നു ഇന്ത്യ 2014. ടെററിസം 26/7 നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യാത്ത ഒരു ഗവൺമെന്റ്, ഒന്നും ചെയ്യാത്ത ഒരു രാജ്യം ഇന്ത്യ. തൊഴിൽ എന്ന് പറഞ്ഞാൽ ഇല്ല, നിക്ഷേപം എന്ന് പറഞ്ഞാൽ വന്ന നിക്ഷേപമെല്ലാം ഓടിപ്പോകുന്നു. ഇതായിരുന്നു 10 കൊല്ലം. ഞാൻ അന്ന് ട്രഷറി ഓപ്പോസിഷൻ MP ആയിരുന്നു. അതിന് ഞാൻ പേര് കൊടുത്തതായിരുന്നു ലോസ്റ്റ് ഡെക്കേഡ്, നഷ്ടപ്പെട്ട ദശകം. ഇന്ത്യയിലെ ചരിത്രത്തിൽ 10-20 കൊല്ലം കഴിഞ്ഞിട്ട് ഹിസ്റ്ററി സ്റ്റുഡന്റ് വായിക്കുമ്പോൾ ഇത് ഒരു നഷ്ടപ്പെട്ട ദശകമായിട്ടാണ് അവർ കാണാൻ പോകുന്നത്. എത്രയോ ചെയ്യാനുണ്ടായിരുന്നു, എത്രയോ അവസരങ്ങൾ ഉണ്ടായിരുന്നു ആ 10 കൊല്ലത്തിൽ.
ഒന്നും ചെയ്തില്ല. എന്തുകൊണ്ട്? ഒരു രാജവംശം, അവർക്ക് വേണ്ടി അഴിമതി, വേറെ എല്ലാവരെയും വിട്ട് അവര് രാജ്യത്തിനെ നശിപ്പിച്ചു. അപ്പോഴാണ് ജനങ്ങൾ പറഞ്ഞ് മതി, നമുക്ക് വേണ്ടത് മാറ്റം വേണം. നരേന്ദ്രമോദിജിക്ക് ഒരു മാൻഡേറ്റ് കൊടുത്തു 2014. അദ്ദേഹം ജനങ്ങളെ വിശ്വസിച്ച് അദ്ദേഹത്തിന് ഒരു മാൻഡേറ്റ് കൊടുത്തപ്പോ അദ്ദേഹം എന്ത് ചെയ്തു? കഴിഞ്ഞ 10 കൊല്ലം ഒന്ന് വിചാരിക്കും. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്ത്യ കൈവരിച്ച വലിയ കുതിപ്പ് ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം. ആരാണെങ്കിലും, അത് കോൺഗ്രസ്സുകാരനാണെങ്കിലും അവർക്കറിയാം. അത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇക്കോണമിസ്റ്റ് ആണോ, IMF ആണോ, വേൾഡ് ബാങ്ക് ആണോ, അമേരിക്കൻ ആണോ, അവരെല്ലാവരും ഇന്ത്യയിലെ നിന്ന് നോക്കുന്നത് ഒരു ബഹുമാനവും ഒരു റെസ്പെക്റ്റും ഉണ്ട്. അതെന്തുകൊണ്ട്? ആ ദുർബലമായ ഇക്കോണമിയെ നരേന്ദ്രമോദിജി ലോകത്തിന്റെ 4ാമത്തെ ഇക്കോണമി ആക്കി മാറ്റി. ഒരു കാലത്ത് ഈ ഇന്ത്യ UPA സമയത്ത് 98% ആ മൊബൈൽ ഫോൺ പറഞ്ഞ സാധനമല്ലേ, 98% മൊബൈൽ ഫോൺ ഇന്ത്യയിൽ ഇമ്പോർട്ടഡ് ആയിരുന്നു. ഇന്ന് അതേ സാധനം, അതേ ഒരു ഫോൺ കഴിഞ്ഞ കൊല്ലം 1,20,000 കോടിയുടെ മെയ്ഡ് ഇൻ ഇന്ത്യ ഫോൺ ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്തു. ഇതാണ് മാറ്റം. ഇതാണ് വിശ്വസിച്ച് ഒരു മാൻഡേറ്റ് കൊടുക്കുമ്പോൾ അധ്വാനിച്ച് കൊണ്ടുവരുന്ന ഒരു മാറ്റം നരേന്ദ്രമോദി ചെയ്തു. ലോകത്തിന്റെ ഏറ്റവും വലിയ കമ്പനി, ഏത് കമ്പനിയാണെങ്കിലും അവരുടെ ഇന്ത്യയിൽ ഇന്നൊരു ഫാക്ടറി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ R&D സെന്റർ ഉണ്ട്. നമ്മുടെ ഇന്ത്യയിലെ കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു ഡിമാൻഡ്. ഞാൻ മന്ത്രിയായിരുന്നു, ഞാൻ സാങ്ഷൻ ചെയ്തൊരു ആപ്പിൾ ഐഫോണിന്റെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഫാക്ടറി ബാംഗ്ലൂരിൽ വരുന്നു. ആയിരക്കണക്കിന് തൊഴിൽ, ആയിരക്കണക്കിന് നിക്ഷേപം. അത് എന്തുകൊണ്ട് ഇവിടെ വരുന്നില്ല? അപ്പോ ഈ വികസിത ഭാരതം കാഴ്ചപ്പാട് നരേന്ദ്രമോദിജി ഇന്ത്യന് മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ജനങ്ങൾ കൊടുത്ത വിശ്വാസം വാക്ക് പാലിച്ച് അദ്ദേഹം ചെയ്ത 10 കൊല്ലത്തില് ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ കോൺഗ്രസ് അവർക്കൊരു മാൻഡേറ്റ് കിട്ടുമ്പോൾ, ജനാധിപത്യ ഒരു സംവിധാനത്തിൽ അവർക്ക് കിട്ടുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? നരേന്ദ്രമോദിജി BJP എന്ത് ചെയ്യുന്നു? ഇവിടെ ഇനി 26-ൽ 10 കൊല്ലം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് 2016 ജനങ്ങൾ വിശ്വസിച്ചിട്ട് മാൻഡേറ്റ് കൊടുത്തു. ഇവിടെ എന്താണ് നടക്കുന്നത്? കടം വാങ്ങാണ്ട് ഒരു ഇഞ്ച് മുമ്പോട്ട് പോകാൻ പറ്റാത്ത ഒരു സർക്കാരാണ് ഇന്ന് സംസ്ഥാന സർക്കാർ. ഒരു പാവം ആശാ വർക്കർ 100 രൂപ ചോദിക്കുന്നു, അത് ഇൻക്രിമെന്റ് കൊടുക്കാൻ പറ്റാത്ത ഒരു സർക്കാരാണ് സംസ്ഥാന സർക്കാർ. KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല. യുവാക്കൾക്ക് CPO അവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്നും സമരം ചെയ്യുന്നുണ്ട്. ഡിഗ്രി എല്ലാം ചെയ്ത് എൻട്രൻസ് എക്സാം പാസ് ചെയ്ത് CPO അവർക്ക് പോലീസിൽ തൊഴിൽ കൊടുക്കാൻ പറ്റുന്നില്ല. ഗവൺമെന്റ് പെൻഷനേഴ്സിന് 4, 5, 6 മാസമായിട്ട് പെൻഷൻ ഡിലേ ആയിട്ടാണ് കിട്ടുന്നത്. ഒരു ഒറ്റ അടിസ്ഥാന സൗകര്യം ഈ സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ടോ കഴിഞ്ഞ 10 കൊല്ലം? ശൂന്യം, 0. ഏതെങ്കിലും ഒരു പദ്ധതി ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അവരെന്താ ചെയ്യുന്നത്? നരേന്ദ്രമോദിജി അയക്കുന്ന ഒരു പദ്ധതി, അതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിന്റെ ഒരു ഫോട്ടോ അടിച്ച്, ഏതെങ്കിലും ഒരു മിനിസ്റ്ററിന്റെ ഫോട്ടോ അടിച്ചിട്ട് അത് ഞങ്ങളുടെ പദ്ധതിയാണ് പറഞ്ഞു നടക്കുന്ന സംസ്ഥാന സർക്കാരാണ് നമ്മൾ കേരളത്തിൽ. 10 കൊല്ലം ജനങ്ങൾ വിശ്വസിച്ചു, മാൻഡേറ്റ് കൊടുത്തു. ഇവിടുത്തെ യുവാക്കൾക്ക് തൊഴിലോ പഠിപ്പോ വിദ്യാഭ്യാസമോ സ്കിൽ എന്തെങ്കിലും കിട്ടണമെങ്കിൽ നാട് വിട്ടിട്ട് പുറത്തു പോയിട്ടാണ് അവര് തേടുന്നത്, നോക്കുന്നത്. അപ്പോ ഈ വികസിത കേരളം ഞാൻ പറഞ്ഞ മാതിരി ഒരു മുദ്രാവാക്യമല്ല. മാറ്റം ഇവിടെ കൊണ്ടുവരണമെങ്കിൽ മാറ്റം ജനങ്ങൾക്ക് വേണം. കൊണ്ടുവരാൻ ആർക്കെങ്കിലും കഴിവുണ്ടെങ്കിൽ
അത് BJP NDAക്ക് മാത്രമേ ഉള്ളൂ. അത് കോൺഗ്രസ് NDAക്ക് ചെയ്യാൻ പറ്റില്ല. അത് താല്പര്യമില്ല, കഴിവില്ല. CPM കഴിഞ്ഞ 10 കൊല്ലം കാണിച്ചത് ആർക്കും വേണ്ട. അതുകൊണ്ട് ഈ വികസിത കേരളം മുദ്രാവാക്യമല്ല, നമ്മുടെ ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ നെറേറ്റീവാണ്. ഇതാണ് BJP, ഇതാണ് NDA. ഞങ്ങളുടെ ഒരു വികസനം ചെയ്യുന്ന പാർട്ടിയാണ്, കാണിക്കുന്ന പാർട്ടിയാണ്, അതിനുവേണ്ടി അധ്വാനിക്കുന്ന പാർട്ടിയാണ്, അതിനുവേണ്ടി അധ്വാനിക്കുന്ന പ്രവർത്തകരാണ്, അതിനുവേണ്ടി അധ്വാനിക്കുന്ന ലീഡേഴ്സാണ്. അത് ഞാൻ സ്പഷ്ടമായി പറയാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ കാര്യം, എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി. ഇത് ഞാൻ എന്നോടാണ് പറയുന്നത്. കഴിഞ്ഞ ഒരു 4 ദിവസം മുമ്പ് BJP NDA കുറിച്ച് കേരളയിൽ ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു നരേറ്റീവ് എന്ന് പറഞ്ഞാൽ വർഗീയവാദി പാർട്ടിയാണ്, ഇത് ഹിന്ദുക്കൾക്ക് മാത്രമുള്ള ഒരു പാർട്ടിയാണ്. അത് കഴിഞ്ഞൊരു 20-30 കൊല്ലമായിട്ട് നമ്മുടെ സഖാവന്മാരും കോൺഗ്രസ്സുകാരും നന്നായി ഒരു ജോയിന്റ് വെഞ്ചർ ഒരു നരേറ്റീവ് മുമ്പോട്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ എന്താണ് സത്യം? അത് ജനങ്ങളോട് പറയണം, നമുക്ക് മനസ്സിലാക്കി ജനങ്ങളോട് എത്തിക്കണം. ഇവര് ഈ പ്രോപ്പഗാൻഡ നമ്മളെ എക്സ്പോസ് ചെയ്യണം. 4 ദിവസം മുമ്പ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്തു സുപ്രീം കോർട്ടിൽ. ആ അഫിഡവിറ്റിൽ എന്താ പറയുന്നത്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരളയിൽ മുസ്ലിംസിന്റെ ഇൻട്രസ്റ്റ് നോക്കാനാണ് ആ പാർട്ടി എന്നാ അവര് പറയുന്നത്, ഞാനല്ല. അവർ സമ്മതിക്കുന്നു. അപ്പൊ മറ്റോരോ ഇവിടെ വേറെ ആരും ഇല്ലേ ഈ നാട്ടില്? കോൺഗ്രസ് ആർക്കാണ് അവര് പ്രവർത്തിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം. കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് വോട്ട് ബാങ്ക് നോക്കി. അവിടെ വോട്ട് ബാങ്ക് ഉണ്ടെങ്കിൽ അവിടെ പോകും, അവിടെ വോട്ട് ബാങ്ക് ഇല്ലെങ്കിൽ ഇവിടെ പോകും. അതിന്റെ ഉദാഹരണം ഞാൻ പറയാം. മുനമ്പം 610 ക്രിസ്ത്യൻ ഫാമിലീസിനെ വഞ്ചിച്ച ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. എത്രയോ കൊല്ലം ആ 610 ക്രിസ്ത്യൻ കുടുംബങ്ങൾ കോൺഗ്രസിന് വോട്ട് കൊടുത്ത് ഇതുവരെ 35 കൊല്ലം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അത് എന്തുകൊണ്ടെന്ന് ചോദിക്കുമ്പോൾ കോൺഗ്രസ് പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വഞ്ചിക്കുന്നത് വോട്ടേഴ്സിന്? ഞങ്ങൾക്ക് വേറെ വോട്ട് ബാങ്ക് ഇല്ല. അപ്പോ കോൺഗ്രസ് പാർട്ടി വോട്ട് ബാങ്കിന് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടി. CPM പിന്നെ പറയണ്ട. CPM പ്രവർത്തിക്കുന്നത് അവർക്ക് വോട്ട് തന്നവർക്ക് മാത്രമേ അവർ പ്രവർത്തിക്കൂ. അതിന്റെ ഉദാഹരണം വേണമെങ്കിൽ ഇന്ന് PM ആവാസ് യോജനയിൽ ചെയ്യുന്ന പണി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ലൈഫ് മിഷനിൽ ഓൺ ബോർഡ് ചെയ്ത എല്ലാ കമ്മ്യൂണിസ്റ്റ് വോട്ടേഴ്സിന് അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ അറ്റംപ്റ്റ്? അവിടെ കാശില്ല, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ ലൈഫ് മിഷൻ എൻറോൾ ചെയ്ത് ആ ലിസ്റ്റിൽ നിന്ന് PM ആവാസ് യോജനയിൽ ഓൺ ബോർഡ് ചെയ്യും. അത് ഞങ്ങൾ സമ്മതിക്കില്ല. എല്ലാവർക്കും ഒരു അവകാശം വീടിന്റെ. നരേന്ദ്രമോദിജി അവിടുന്ന് PM ആവാസ് യോജന ഗ്രാമീൺ പദ്ധതി ഫൈനലൈസ് ചെയ്യുമ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് വോട്ടേഴ്സിന് ആണെന്നല്ലോ പറഞ്ഞത്. അത് എല്ലാവരും, വീടില്ലാത്ത എല്ലാവർക്കും അതിന്റെ ഒരു അവകാശമില്ലേ? അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതെല്ലാം ശ്രമിക്കും, അത് ഞങ്ങൾ സമ്മതിക്കില്ല. പിന്നെ BJPയോ NDAയോ ഒരു ഒറ്റ പദ്ധതി അങ്ങനെ ഉണ്ടോ 2014 വരെ ഇന്ന് ഒരു സമുദായത്തിന് വേണ്ടിയോ ഒരു സമുദായത്തിന് അതിന് കൊടുക്കാൻ പാടില്ല എന്നോ അങ്ങനെ ഏതെങ്കിലും പദ്ധതി ഉണ്ടോ? ഭീമാ യോജന, PM ആയുഷ്മാൻ, മുദ്ര, സ്വാനിധി, PM ആവാസ്. ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി PM ആവാസ് യോജനയുടെ മുസ്ലിം കുടുംബങ്ങളാണ്. 2014 മുതൽ തൊട്ട് ഇന്ന് വരെ നരേന്ദ്രമോദിജി പറഞ്ഞത് എന്താണ്? സബ്കാ സാത്ത് സബ്കാ വികാസ്. അപ്പൊ ഈ നാടിൽ ഒരു പാർട്ടി എല്ലാവർക്കും പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ഉണ്ടെങ്കിൽ, എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടി ഉണ്ടെങ്കിൽ അത് BJP ആണ്, അത് NDA ആണ്. ഇതും എല്ലാവരുടെ
അടുത്ത് എത്തണം. അപ്പോ എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി വികസിത കേരളം എന്ന ഒരു കാഴ്ചപ്പാട് ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഒരു വികസിത കണ്ണൂർ, അല്ലെങ്കിൽ ഒരു വികസിത പയ്യന്നൂർ, അല്ലെങ്കിൽ ഒരു വികസിത ഗ്രാമപഞ്ചായത്തിന്റെ വികസനം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആ വികസനമാക്കണം ഈ വരുന്ന തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ ഡിസ്കോഴ്സ് നടത്തുന്നത്. ജനങ്ങൾ തീരുമാനിക്കട്ടെ, തീരുമാനിക്കണം ആരാണ് ഈ വികസനം കൊണ്ടുവരാൻ, ആർക്കാണ് കഴിവ്, ആർക്കാണ് താല്പര്യം, ആരാണ് ഇതിന് വേണ്ടി അധ്വാനിക്കാൻ പോകുന്നത്. പക്ഷെ ആക്കണം നമ്മളുടെ ക്യാമ്പയിനും നമ്മുടെ നെറേറ്റീവും ഇതാക്കണം മെയിൻ ഒരു ഇഷ്യൂ ഈ വരുന്ന തെരഞ്ഞെടുപ്പ്. ഒരു മുനിസിപ്പാലിറ്റി ആണെങ്കിൽ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്, അവിടെ സ്മാർട്ട് സിറ്റി, എത്രയോ കാര്യങ്ങൾ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ചെയ്തിട്ടുണ്ട്. ഇനിയും എത്രയോ കാര്യങ്ങൾ നരേന്ദ്രമോദിജി ചെയ്യാൻ അദ്ദേഹത്തിന് കഴിവുണ്ട്, ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അതിന് അധികാരത്തിൽ വരണം, അധികാരം പിടിക്കണം. ഇവിടെ മാറ്റം കൊണ്ടുവരാൻ നമുക്ക് എല്ലാവർക്കും കഴിയും. ഞാൻ അവസാനം പറയാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് അല്ല, ഇവിടെ ഒരു പോയിന്റാണ്. ഞാനൊരു നേതാവല്ല, എനിക്ക് നേതാവാനും അങ്ങനെ വലിയൊരു താല്പര്യവും ആഗ്രഹമൊന്നുമില്ല. പക്ഷെ എൻ്റെ ഒരു ചുമതല എന്താണെന്ന് ചോദിച്ചാൽ BJP കേരളത്തിന് അധികാരത്തിൽ കൊണ്ടുവരാനും വികസിത കേരളം അല്ലെങ്കിൽ വികസിത കണ്ണൂർ അല്ലെങ്കിൽ വികസിത തിരുവനന്തപുരം എന്ന കാഴ്ചപ്പാടിന് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരെ എനിക്ക് അവരെ ഒരു നേതാവാക്കണം എന്ന് എനിക്കൊരു താല്പര്യം. നമ്മളെ ഭാവി BJP കേരളം നേതാവ് ഇങ്ങനെയാണ് പ്രവർത്തിച്ചിട്ടും ഈ വികസിത കേരളത്തിന്റെ കാഴ്ചപ്പാട് മുമ്പോട്ട് വെച്ചിട്ട് ഉണ്ടാക്കാൻ BJP കേരളം തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് മനസ്സിൽ വെക്കണം. ഞാൻ ഇതൊരു നല്ല ചാലഞ്ചായിട്ടാണ് കാണുന്നു. പക്ഷെ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചാലഞ്ചാണ്. ഞാൻ ഈ ചുമതല എടുത്ത ഉടനെ എൻ്റെ വൈഫ് എന്നെ വിളിച്ചു, അയ്യോ ഇതെന്താ നിങ്ങൾ ചെയ്യുന്നത്? കേരളത്തിലെ രാഷ്ട്രീയത്തിലാണോ? അവിടെ വയലൻസ് ഉണ്ട്, അവിടെ ഇതുണ്ട്. ഞാൻ പറഞ്ഞു അതെല്ലാം ഉണ്ട്. പക്ഷെ ഇവിടെ ഉള്ളത് ഏറ്റവും വലിയ ഒരു ആസറ്റ് ഉള്ളത് BJP കേരളത്തിലെ പ്രവർത്തകരാണ്. അവരുടെ ഒരു ശക്തിയും അവരുടെ ഒരു ഇൻസ്പിറേഷൻ ആണ് എന്റെ ഇൻസ്പിറേഷൻ. ഞാൻ ഒരു പ്രവർത്തകനാണ് എന്ന് അങ്ങനെ കരുതിയാൽ മതി. നിങ്ങളെല്ലാവരും 100% അധ്വാനിച്ചാൽ ഞാൻ 100% അധ്വാനിക്കാൻ തയ്യാറാണ്. ഇനി അടുത്ത 4-5 മാസം നമുക്ക് നന്നായി ഒരു പരിശ്രമിച്ചാൽ, നിരന്തര പരിശ്രമം, കഠിന അധ്വാനം ചെയ്താൽ ഞാൻ പറഞ്ഞ ആ ലക്ഷ്യം, ആ ദൗത്യം എനിക്ക് ഒരു സംശയമില്ല, നമുക്കത് നേടാനൊരു അവസരമാണ്. അതിനെക്കുറിച്ച് അഡ്വക്കേറ്റ് സുരേഷ് ഈ സെക്കൻഡ് സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു പ്ലാൻ വെക്കും. അവസാനത്തിൽ ഞാൻ പറയുന്നു, ജനങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട്, ഒരു വികസിത കേരളം ഉണ്ടാക്കണം. അവരെ കുട്ടികൾക്കും തൊഴിലും അവസരം കിട്ടണം, മാറ്റം ഇവിടെ വരണം. ജനങ്ങൾ ഇതും അറിയാം, BJP NDA ആണ് ഈ മാറ്റം കൊണ്ടുവരാൻ ഒരു പാർട്ടി. അത് മനസ്സിൽ വെച്ച് നമ്മൾ അധ്വാനിക്കുക. മാറാത്തത് ഇനി മാറും എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോവുക. എന്റെ വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി, ഭാരത് മാതാ കി.